ഹലോ ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് പങ്കുവയ്ക്കുന്നത്. നമ്മൾ മിക്കവാറും ഒരു 90% ജൂനിയർ അഡ്വക്കേറ്റ്സും ആദ്യം നമ്മൾ കോടതികളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ജസ്റ്റ് അപ്പിയറൻസ് ആണ് തരുന്നത്. അറിയാമല്ലോ, സീനിയേഴ്സ് നമുക്ക് ഒന്നും അറിയില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? പെറ്റീഷണർ പ്രസന്റ് യുവർ ഓണർ, അക്യൂസ്ഡ് പ്രസന്റ് യുവർ ഓണർ, റെസ്പോണ്ടന്റ് പ്രസന്റ് യുവർ ഓണർ, അത്രയൊക്കെയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഞാൻ 2014 പാസ് ഔട്ടായി. 2015 ജനുവരി മുതലാണ് ഞാൻ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്ന് ഒരു ഫേമസ് ആയിട്ടുള്ള സർ ക്രിമിനൽ ലോയർ ആണെങ്കിൽ പോലും സർ എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുന്ന പ്രോസിക്യൂട്ടറാണ്. രഞ്ജിത്ത് തോമസ് എന്നാണ് സാറിന്റെ പേര്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കഥകൾ, സ്റ്റോറീസ് ഒക്കെ കേൾക്കുന്നുണ്ട്. കഥകളല്ല, നടന്ന കാര്യങ്ങൾ. ട്രിവാൻഡ്രം ബാറിൽ ഒരു ജൂനിയർ അഡ്വക്കേറ്റിനെ അടിച്ച് പറയാൻ പറ്റില്ല, ചെകിട് അടിച്ച് പൊട്ടിച്ച ഒരു വക്കീലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ന്യൂസുകളും ജാമ്യം ഒക്കെ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഈ സാഹചര്യത്തിൽ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യത്തിൽ ചെന്ന് രഞ്ജിത്ത് സാറിന്റെ അടുത്ത് പോയ ആളാണ്. വളരെ ഇത്രയും സൗമ്യനായിട്ടുള്ള, ഇത്രയും ശാന്തശീലനായിട്ടുള്ള, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻസിന്റെ ഇന്ന് ഫീസ് വാങ്ങിക്കാൻ പോലും സാറിന് ബുദ്ധിമുട്ടാണ്. സാറ് ചോദിച്ചു പോലും വാങ്ങാറില്ല. കൊടുക്കുന്നത് പറയും, പിന്നെ കിട്ടുന്നത് വാങ്ങിക്കുക എന്നുള്ളത് അത്രയും നല്ല, പക്ഷെ നല്ല ബ്രില്യന്റ് ആളാണ്. ഭയങ്കര എന്താ പറയണേ, ഭയങ്കര കേസൊക്കെ കൈകാര്യം ചെയ്യാനും എല്ലാം നല്ല അറിവിന്റെ നിറകുടമാണ്. അപ്പോൾ ആ ഓഫീസിലാണ് ഞാൻ ആദ്യമായിട്ട് ജൂനിയർ ആയിട്ട് പ്രാക്ടീസ്. ആദ്യമായിട്ടും അവസാനമായിട്ടും അവിടെ തന്നെ ഉള്ളൂ. ഞാനൊരു 1.5 വർഷത്തോളേ ഉള്ളൂ ജൂനിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം പഠിക്കാൻ വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് ഓഫീസ് ഇട്ടത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പക്ഷേ ഈ സാറിൻ്റെ ഓഫീസിലാണ്. അപ്പോൾ അവിടെ ഒരു 2-3 സീനിയേഴ്സ് ഉണ്ട്. അവരൊക്കെ ഹൈക്കോടതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് ഉണ്ട്. അപ്പോൾ സാർ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ കേസുകൾ ഏൽപ്പിക്കും. അപ്പോൾ അവിടെ എൻ്റെ കൂടെ ഒരു ലേഡി അഡ്വക്കേറ്റ് കൂടിയുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരുമാണ് അവിടെ ഉള്ളത്. ഒരു ദിവസം ഞാനിവിടെ ജനുവരി തൊട്ടാണ്, 2015 ജനുവരി മുതലാണ് ഞാനവിടെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ കുറച്ച് ഒരു 1-2 മാസമൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ആദ്യം തരുന്നത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അക്യൂസ് പ്രസന്റ് യുവർ ഓണർ, പെറ്റീഷണർ പ്രസന്റ് യുവർ ഓണർ, റെസ്പോണ്ടന്റ് പ്രസന്റ് യുവർ ഓണർ, ഇത്രയൊക്കെ ഉള്ളൂ. കാരണം അപ്പിയറൻസ്, ഞാൻ ഒരു അപ്പിയറൻസ് പറയാൻ വേണ്ടി ഒരു വക്കീൽ കൂടെ ചെല്ലണം. ഒരു പ്രതിയുടെ കൂടെയോ അല്ലെങ്കിൽ പെറ്റീഷണറുടെ കൂടെയോ റെസ്പോണ്ടന്റെ കൂടെയോ ചെല്ലണം, അത്രയേ ഉള്ളൂ. അതാണ് നമ്മളുടെ ആദ്യത്തെ, ഒരു ജൂനിയർ അഡ്വക്കേറ്റ് ആയാലും ആദ്യത്തെ ജോലി. പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതാൻ തരും. ഡ്രാഫ്റ്റ് ചെയ്യുന്നത് സാറ് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളതൊന്ന് കൃത്യമായിട്ടൊന്ന് എഴുതി കൊടുക്കാൻ സാറ് ഈ ഫെയർ ആക്കി തരുന്നതും ഒക്കെ നമ്മളൊന്ന് എഴുതി കൊടുത്ത് DTP എടുക്കാൻ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അന്നത്തെ കാലത്ത് എനിക്കൊക്കെ തന്നിട്ടുള്ളത്. അങ്ങനെയാണ്. പിന്നെ ഞാൻ മാക്സിമം എഴുതാനായിട്ട് എനിക്ക് തന്നിട്ടില്ല കേട്ടോ. സാറ് കേസുകൾ നമ്മളെ കയ്യിൽ, നമുക്കും ഞാൻ വക്കീലായി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് കേസുകൾ ഇട്ടിട്ടുണ്ട്. സാറിനെ കൊണ്ടുവന്ന് കാണിക്കും. അപ്പോൾ സാറ് ആദ്യം എനിക്ക് റഫ് ഡ്രാഫ്റ്റ് എഴുതി തരും. എന്നിട്ട് പറയും എഴുതിക്കോ, എഴുതിയിട്ട് കൊണ്ട് തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ സാറെല്ലാം ക്ലിയർ ചെയ്ത് തരും, കറക്റ്റ് ചെയ്ത് തരും. അത് കണക്ക് ഗ്രാമർ കാര്യങ്ങൾ, ലീഗൽ ഗ്രാമറൊക്കെ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് എഴുതുന്ന പോലെ അല്ലല്ലോ ലോയിൽ. അപ്പം ലീഗൽ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പം അതേ കണക്കുള്ള ലീഗൽ ഡ്രാഫ്റ്റിംഗ് ഒക്കെ അങ്ങനെയൊക്കെ വളരെ നന്നായിട്ട്. പഴയ കാലത്തെ വക്കീലന്മാരെ, സീനിയർ അഡ്വക്കേറ്റ്സും ജൂനിയേഴ്സിനും ഒന്നും പറഞ്ഞു കൊടുക്കില്ല. കാരണം അവർ അവരെയും കാട്ടി മുകളിലായി പോയാലോ എന്നുള്ള ഒരു ധാരണയൊക്കെ ഉണ്ടെന്നുള്ള ആ ഒരു ചിന്താഗതിയൊക്കെ ആയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വക്കീൽ പണിക്ക് പോയത്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഓഫീസ് എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ പോയി അത്ര നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള, വളരെ സൗമ്യനായിട്ടുള്ള, വളരെ മിടുമിടുക്കനായിട്ടുള്ള ഒരു പാവം പിടിച്ച ഒരു സീനിയർ അഡ്വക്കേറ്റ് ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്, എൻ്റെ സീനിയർ. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു മാസത്തോളം ഒക്കെ ആയി നമ്മളിങ്ങനെ ജസ്റ്റ് അപ്പിയറൻസ് ഒക്കെ പറഞ്ഞു പോവുകയാണ്. അത് സെഷൻസ് കോടതിയിലൊന്നും പോയിട്ടില്ല. സെഷൻസ് കോടതി പോയിരിക്കും നമ്മൾ. പ്രിൻസിപ്പൽ കോടതിയിൽ, സെഷൻസ് കോടതികളെന്ന് പറയുമ്പം പിന്നെ ജില്ലാ കോടതികൾ. അപ്പം അവിടെയൊക്കെ പോയിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോഴും മജിസ്ട്രേറ്റ് കോടതി തന്നെ ആയിരിക്കും പോകുന്നത്. സബ് കോടതി, മജിസ്ട്രേറ്റ് കോടതി, മുനിസിപ്പൽ കോടതി, അതുപോലെ തന്നെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, അങ്ങനെയൊക്കെ CJM, അങ്ങനെയൊക്കെ അവിടെയൊക്കെയാണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പം നമ്മൾ അന്ന് രാവിലെ ചെന്നപ്പം 2-3 പേരൊക്കെ ഓഫീസിലുണ്ട്. അതിൽ പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പൻ തന്നെ പറയണ ഒരു 80 വയസ്സ് ഒക്കെ കാണുമായിരിക്കും. ഒരു 80 വയസ്സ് മര്യാദയ്ക്ക് നടക്കാൻ വയ്യാത്തൊരു അപ്പൂപ്പൻ. അപ്പൊ അപ്പൂപ്പൻ എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ. പക്ഷെ പുള്ളിക്ക് നടക്കാനൊക്കെ ആവും. പക്ഷെ എന്നാലും അത്രയ്ക്ക് പ്രായമുള്ള, നമ്മുടെ അച്ഛനെ പോലെ പ്രായമുള്ള ഒരാള് അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. തലയിലൊക്കെ കെട്ടൊക്കെ കെട്ടി നല്ല വൈറ്റ് ആണ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. അപ്പം ഞാനെന്ന് പറയുമ്പം എപ്പോഴും മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ ബ്ലാക്ക് ഇടൂല. ഞാൻ എപ്പോഴും വൈറ്റ് ചുരിദാർ ആണെങ്കിൽ വൈറ്റ് ചുരിദാർ, എല്ലാം വൈറ്റ്, താഴെയും മുകളിലും എല്ലാം, പാൻറ്റായാലും ഉടുപ്പായാലും എല്ലാം വൈറ്റാണ് ഞാനിടുക. അപ്പം അതെനിക്ക് വൈറ്റ് ഷോള്, എല്ലാം വൈറ്റ്. അതെനിക്ക് വൈറ്റ് ചെരുപ്പ്, വൈറ്റ്. നമ്മൾ വക്കീലായിട്ട് ആദ്യമായിട്ട് പോവല്ലേ. അപ്പം നമ്മൾ ഇപ്പോഴും ഞാൻ അതിന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഞാൻ ഭയങ്കര എല്ലാം വൈറ്റ് ഇടണം. കമ്മല് വൈറ്റ്, വള വൈറ്റ്, എല്ലാം വൈറ്റ് ഇട്ടുകൊണ്ടാണ് പോകണം. അപ്പം എന്നെ ഫുള്ളി, ഒന്നാമത്തെ കാര്യം ഞാൻ വൈറ്റ് കളറും കൂടി ആയതുകൊണ്ട് എന്നെ ഫുള്ളി വൈറ്റ് ആയിട്ടാണ് ആൾക്കാർ തോന്നുന്നത്. അതൊരു വളരെ വൃത്തികെട്ട ഒരവസ്ഥയാണ് എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും.
അപ്പം അങ്ങനെ കുറച്ച് നേരമായി 10:30 ആയപ്പോഴത്തേക്ക് 10 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് സാറ് പറഞ്ഞു പിന്നെ ഈ ഇദ്ദേഹത്തിനെ ഒന്ന് സെഷൻസ് കോടതിയിലാണ് ജസ്റ്റ് അപ്പിയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് സാർ ഒരു തുണ്ട് കടലാസ് ആദ്യം തുണ്ട് കടലാസ് എഴുതരും കേട്ടോ. നമ്മൾ എന്താ പറയുന്നത് നമുക്കറിയില്ല. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് തുണ്ട് കടലാസ് അപ്പം പിന്നെ പെറ്റീഷൻ അപ്പൊ അക്യൂസ് പ്രസന്റ് യുവർ ഓണർ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ അക്യൂസ്ഡ് ആണ് ആ പുള്ളി. അപ്പൊ ഇദ്ദേഹമാണ്. അപ്പൊ ഞാൻ ആദ്യം ഇദ്ദേഹം എന്ന് അറിഞ്ഞില്ല. അപ്പൊ ഞാൻ അക്യൂസ്ഡ് എവിടെ സർ ഇതാണ് എന്ന് പറഞ്ഞു. കൊണ്ടുപോയാൽ മതി. അപ്പൊ കേസ് എന്താണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ ഫയലും ഒക്കെ പിടിച്ച് ഫയലൊന്നും നമ്മൾ തുറന്നോലെ നോക്കുന്നില്ല. അപ്പൊ പറഞ്ഞ ഫയൽ വേണ്ട അത്യാവശ്യം ഒരു കയ്യിലൊരു ഫയൽ വെച്ചോളാൻ പറഞ്ഞ് അവിടുത്തെ തന്നെ ഒരു കേസ് കെട്ടെടുത്ത് എന്റെ കയ്യിലോട്ട് തന്നു. ഞാൻ ഇതുമൊക്കെ ആയിട്ട് വലിയ കാര്യത്തെ മാമ എന്നൊക്കെ വിളിച്ചിട്ട് മാമനെയും കൊണ്ട് ജില്ലാ കോടതിയിലേക്ക് പോയി. ജില്ലാ കോടതിയിലേക്ക് പോണ വഴിയിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചിരിക്കുന്ന ഹായ്. അപ്പൊ ഞാനിങ്ങനെ ആൾക്കാരെ ഒന്നും എൻ്റെ ഒരു നാച്ചറാണ്. റോഡിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ പരിസരം ഒന്നും നോക്കൂല. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് വക്കീലായ ഒരു സമയമല്ലേ, അപ്പൊ ഭയങ്കര ഗമയാണ് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ തുരുതുര അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം വക്കീലന്മാരാണ്. പക്ഷെ നമ്മള് വക്കീല് എന്നുള്ളൊരു ഒരു പ്രൗഢി കാണിക്കണമല്ലോ എന്ന് വെച്ചാൽ ഭയങ്കര സ്റ്റാൻഡേർഡിൽ ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ അപ്പൂപ്പൻ്റെ കൂടെ മാമ എന്നും പറഞ്ഞൊക്കെ നടന്ന് അപ്പം അവിടെ ഇവിടെ നിന്നൊക്കെ കൊച്ചു വക്കീല് എന്തൊക്കെയുണ്ട്, എവിടെ പോകുന്നു, ഏത് കോടതിയാ എന്നൊക്കെ ചോദിച്ച് ആദ്യമായിട്ട് പറയാം. നമ്മൾ എത്ര പ്രായമായാലും നമ്മൾ വക്കീലായി കഴിഞ്ഞാൽ പിന്നെ കൊച്ചു വക്കീല് എന്ന് പറഞ്ഞാൽ വക്കീല് തുടങ്ങിക്കഴിഞ്ഞാൽ ജൂനിയർ ആണെങ്കിൽ നമ്മൾ തുടക്കക്കാരെ നമ്മൾ കൊച്ചു വക്കീലെന്ന് വിളിക്കുക. അത് പ്രായം കുറഞ്ഞത് കൊണ്ടല്ല, എനിക്ക് നല്ല ഉരിയ പ്രായമുള്ള ആളാണ്. അപ്പോൾ ഒരു മുതുക്കിയ വക്കീലാണ് ഞാൻ. പക്ഷെ എന്നാൽ പോലും ഞാൻ ചെറുതായിട്ട് ചെന്നതേ ഉള്ളായത് കൊണ്ട് എന്നെ എല്ലാവരും പിന്നെ പറയും കൊച്ചു വക്കീലെന്നാണ് വിളിക്കുക ആദ്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പേര് മാറ്റി മാലാഖ വക്കീലായി. കാരണം വൈറ്റ് ആൻഡ് വൈറ്റ് ഫുള്ളി വൈറ്റ് ആയത് കൊണ്ട് മാലാഖ വക്കീല്, ചെരുപ്പ് വരെ വൈറ്റ് ആയിടുന്ന. അപ്പോ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്ന കൊച്ചു വക്കീൽ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞാൻ എന്തായാലും കോടതിയിൽ പോയി നിന്നിട്ട് പിന്നെ പുള്ളിനെ വിളിച്ചു. പുള്ളിനെ ഞങ്ങളുടെ കേസ് വിളിച്ചു. ഞങ്ങളുടെ കേസിന് അക്യൂസ് പ്രസന്റ് യുവർ ഓണർ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവിടെ ഒരുപാട് ലേഡീസ് ഒന്നുമില്ല. ജില്ലാ കോടതിയിൽ 2-3 ലേഡീസേ ഉള്ളൂ. അപ്പൊ അതിൽ പ്രത്യേകിച്ചും കുറച്ച് യങ്ങായിട്ട് നമ്മളെ കണ്ടാല് മുതുക്കിയാണെങ്കിലും കണ്ടാല് പ്രായം തോന്നുന്നില്ലല്ലോ. അപ്പൊ അത് കാരണം തന്നെ എല്ലാവരും അവിടുത്തെ സീനിയർ അഡ്വക്കേറ്റ്സ് ഒക്കെ നമ്മളെ ഇങ്ങനെ നോക്കുന്നു. അപ്പൊ ഈ മാമനെ നോക്കുന്നു, മാമൻ അവിടെ കയറിയുന്നു, കൂട്ടി കയറിയുന്നു. അപ്പം ഓക്കെ എന്ന് പറഞ്ഞു ഡേറ്റ് പോസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് ഞാൻ മാമനെയൊക്കെ കൊണ്ട് ഭയങ്കര പ്രൊഡ്യൂസ് ജില്ലാ കോടതി ഭയങ്കര ഹാപ്പിയാണ്. കാരണം ജില്ലാ കോടതി കയറി പ്രസന്റ് ചെയ്തിട്ട് വരുവാണ്. കാരണം ജില്ലാ കോടതിയിലൊന്നും അധികാരം കയറില്ലല്ലോ എന്നുള്ളത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ജില്ലാ കോടതിയിൽ കയറുക എന്നുള്ളത് ക്രിമിനൽ കേസും മറ്റേത് നല്ല വലിയ കേസുകൾ, കുറച്ചും കൂടി പ്രമാദമായ കേസുകളാണ്. അപ്പൊ ഞാൻ ഈ കേസ് എന്താണെന്നും ആലോചിക്കുന്നില്ല. തിരിച്ചു വന്നപ്പോഴും അവിടെ കണ്ട ആൾക്കാരൊക്കെ ഭയങ്കര അതിശയോക്തിയോടുകൂടി നമ്മളെ ഭയങ്കര ഇതായിട്ട് നോക്കുന്നു. അങ്ങനെ പിന്നെ പുള്ളി വന്നിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ എല്ലാവരും ഇന്ന് ഭയങ്കര എന്നെ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. സാർ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ സാറിന് എന്താ കുറച്ച് ഡ്രാഫ്റ്റ് കാര്യങ്ങളുണ്ട്. സാർ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. അപ്പം ഞാൻ പറഞ്ഞു സാറ് കോടതിക്കകത്ത് എല്ലാവരും എന്നെ നോക്കി സാർ. അപ്പോഴത്തേക്ക് വേറൊരു അഡ്വക്കേറ്റും കൂടി കയറി വന്നു, സാറിന്റെ ഒരു ഫ്രണ്ട്. ആണോ നോക്കിയോ? ഞാൻ പറഞ്ഞു പിന്നെ വഴിയിലൊക്കെ ആൾക്കാർ. അപ്പം ഉടനെ മറ്റേ അഡ്വക്കേറ്റ് പറഞ്ഞ ഒരു കാര്യം കേട്ടിട്ട്, അതെ കൊച്ചു വക്കീലിന്റെ ഇവിടെ വന്ന ആരാന്നറിയാവോ? പത്രത്തിലേക്ക് ഉണ്ടായിരുന്നേ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണെന്ന്, 1ാം പ്രതിയാണ്. എന്റെ പൊന്നി, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എഴുന്നേറ്റ് പോന്ന അതും പ്രായപൂർത്തിയാവാത്ത മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ, 16 വയസ്സുള്ള മാനസിക വൈകല്യമുള്ള പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ 1ാം പ്രതിയാണ്. പുള്ളി മാത്രമേ പീഡിപ്പിച്ചോളൂ. വളരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് നമ്മുടെ ഈ മാമൻ അപ്പൂപ്പൻ. അദ്ദേഹമായിട്ട് പോയപ്പോൾ ആൾക്കാർ കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്നിട്ട് കമന്റ്സ് ഒക്കെ ഇതേണൊക്കെ ഉണ്ടായിരുന്നു. വക്കീലെ വെള്ളയൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ആരാ ഇത്, അപ്പൂപ്പനാണോ എന്നൊക്കെ ചോദിച്ച് കമന്റ് കൂടി പറഞ്ഞു. കാരണം അത് പത്രത്തിലൊക്കെ വന്ന വളരെ പ്രമാദമായിട്ടുള്ള ഒരു കേസായിരുന്നു. ആ കേസിലെ പ്രതിയാണ് ഞാൻ കൊണ്ടുപോയ കക്ഷി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ജില്ലാ കോടതിയിൽ കയറിയത് ആ പ്രതിയുമായിട്ടാണ്. ആ ഒരു 75-80 വയസ്സുള്ള ആ അപ്പൂപ്പനെ, ആ മാമനുമായിട്ടാണ്. ആ മാമൻ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇപ്പോഴും എനിക്ക് സംശയമാണ് കേട്ടോ. പിന്നെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമനെ വെറുതെ ഒന്നും വിട്ടില്ല, മാമനെ ശിക്ഷിച്ചു. ഞങ്ങളുടെ പ്രതിയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ കേസ് തോറ്റു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പോയത് കൊണ്ടല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. കാരണം എനിക്ക് പറയാൻ പോസ്റ്റ്പോൺ ചെയ്ത് നമ്മൾ പിന്നെ അന്ന് ആദ്യമായിട്ട് അശോക് മേനോൻ സാറായിരുന്നു തോന്നുന്നു. അന്നത്തെ ജഡ്ജി, ജില്ലാ പ്രിൻസിപ്പൽ ജഡ്ജി അശോക് മേനോൻ സാറായിരുന്നു തോന്നുന്നു. അത് അശോക് മേനോൻ സാറായിരുന്നു. അപ്പം
അപ്പൊ സാറ് പിന്നെ ശിക്ഷിച്ചു. കാരണം പ്രായപൂർത്തിയാവാത്ത മാനസിക വൈകല്യമുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളത് മുഴുവൻ എവിഡൻസും എല്ലാം പുള്ളിക്ക്, തെളിവുകളെല്ലാം പുള്ളിക്ക് എതിരായിരുന്നു. അതുകൊണ്ട് തന്നെ ശിക്ഷിച്ചു. പക്ഷെ ഇതെനിക്ക് ഭയങ്കര അനുഭവം, ഭയങ്കര പുതുമയായിട്ട് അനുഭവമായിരുന്നു. വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് അപ്പൂപ്പന്റെ കൂടെ പോയപ്പോ എല്ലാവർക്കും ഞാനും ഒരു പുതുമയായിരുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.